അവിടെ നിന്നിറങ്ങി വൈകുന്നേരം വരെ കറങ്ങിക്കൊണ്ടേയിരുന്നു. തണുപ്പ് നന്നായി കൂടുകയും ചെയ്തു. അവന് നല്ല രീതി വിശക്കുന്നുണ്ടായിരുന്നു. പറക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ട് താഴെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുല്ലുകളെല്ലാം മഞ്ഞ് പിടിച്ച് കിടക്കുന്നു. ഇനി ഞാൻ എന്ത് തിന്നും? അവന് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തണുപ്പ് കാരണം ചിറകുകൾ കോച്ചിപ്പിടിച്ചു. തണുത്ത കാറ്റുകൊണ്ട് മുമ്പോട്ട് പറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിന്റെ വേഗത കാരണം ഉറുമ്പിന്റെ വീട്ടിലേക്കാണ് ചെന്ന് വീണത്. പുൽച്ചാടിനെ കണ്ട് ഉറുമ്പുകൾ ഞെട്ടിപ്പോയി. അയ്യോ, പുൽച്ചാടി ചേട്ടനാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ആരാ കാരണം? എനിക്ക് തോന്നുന്നത് തണുപ്പ് കാരണം ശരീരം മരവിച്ചെന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് തടിക്കഷ്ണം മാറ്റിവെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തിന് മുമ്പിൽ തീ കത്തിക്ക്. അപ്പോഴേക്കും എന്റെ ആഹാരത്തിൽ നിന്നും പച്ചപ്പുല്ല് വല്ലതും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് ഉറുമ്പുകൾ പുൽച്ചാടിയുടെ മുമ്പിൽ തീ കത്തിച്ചു വെച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറുമ്പ് റാണി നേരെ അവരെ ആഹാരം ശേഖരിച്ചു വച്ചേക്കണ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് പേരക്കയുടെ ഇല അവിടെന്ന് പറിച്ചെടുത്ത് നേരെ പുൽച്ചാടിയുടെ അടുത്തേക്ക് വന്നു. ഉറുമ്പുകൾ അപ്പോഴേക്കും പുൽച്ചാടിക്ക് വേണ്ടി തീ കത്തിച്ചിരുന്നു. അവന്റെ കണ്ണുകളും ഒപ്പം തുറന്നിരുന്നു. ഈ തീയുടെ മുമ്പിലിരിക്കുമ്പോ നല്ല ആശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതിന് നന്ദി എന്തിനാ പറയുന്നേ പുൽച്ചാടി ചേട്ടാ? നിങ്ങളല്ലേ ആണുറുമ്പിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളും പുറത്തെ തണുപ്പിൽ പെട്ടുപോവില്ലായിരുന്നോ? പക്ഷെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിശന്നിരിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ? നിങ്ങൾ വിശന്നിരിക്കണ്ട എന്റെ ചേട്ടാ. ഇന്നാ പച്ചയില തിന്നോ. ഇത് കൊള്ളാലോ. ഇത് പേരക്കയുടെ ഇലയല്ലേ? ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. പുൽച്ചാടി പേരക്കിടയിലെ തിന്നാൻ തുടങ്ങി. തീയുടെ മുമ്പിലിരുന്നപ്പോ അവന്റെ തണുപ്പും മാറിക്കിട്ടി. ഇല തിന്ന് അവന്റെ വിശപ്പും അടങ്ങി. അങ്ങനെ അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി.